യേശുവേ സ്തുതിക്കും, നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും, നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോരെ, രാജാതിരാജാവായോനെ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോരെ, രാജാതിരാജാവായോനെ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഏപ്രിൽ 14 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം, തിരുവനന്തപുരം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെടും ഒരു രാത്രി കൂടെ നിങ്ങളുടെ മുൻപിൽ വരുവാൻ കർത്താവിനെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തുവിൽ ഇരിക്കുന്നുവെന്ന്. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന ജ്ഞാനമെന്ന് പറയുന്നത് അവൻ്റെ ജ്ഞാനമാണ്, നീതി അവൻ്റെ നീതിയാണ്, അവൻ്റെ വീണ്ടെടുപ്പുമാണ്. ആ ജ്ഞാനം എന്നിൽ വസിക്കുമ്പോൾ ആ ജ്ഞാനം എന്താണ് എന്നോട് സംസാരിക്കുന്നത്? ലോകപ്രകാരമുള്ള ജ്ഞാനമല്ല ക്രിസ്തുവിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശത്തെ, ആ ദൈവിക പദ്ധതിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാകാനായി തുടങ്ങും. ആ ദൈവിക ജ്ഞാനം ആ വലിയ നന്മയിലേക്കും ജയത്തിലേക്കും എന്നെ കൊണ്ടുപോകും. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ആ നിറവിൽ നമ്മൾ ആയിത്തീരുമ്പോൾ എൻ്റെ ലൈഫിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റുവാനിടയാകട്ടെ. നിങ്ങളാരാണ്, നമ്മൾ ആരാണ് എന്ന ബോധ്യത്തിൽ കൂടുതലായിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒരു വാക്യത്തിലേക്ക് വരാം. 1 കൊരിന്ത്യരിലേക്ക് വരാം. 1-ാം അധ്യായം എടുക്കാം. അതിന് 30-ാമത്തെ വാക്യം വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളോ അവനാൽ ക്രിസ്തുവിൽ ഇരിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, നമ്മൾ എവിടെയാണ്? ക്രിസ്തുയേശുവിലായിരിക്കുക. അടുത്ത വാചകം വായിക്കാവോ? അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നുള്ള ജ്ഞാനമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ യേശുവിൽ വസിക്കുകയാണ്. ഒന്നാമത് പൗലോസ് പറയുക, അവനാണ് എൻ്റെ ജ്ഞാനമായിരിക്കുന്നത്. എൻ്റെ വിസ്ഡം എന്ന് പറയുന്നത് എന്തുവാ? യേശുവാണ്. എല്ലാവരും പറഞ്ഞേ, എൻ്റെ വിസ്ഡം എന്ന് പറയുന്നത് യേശുവാണ്. ജ്ഞാനം എന്ന് പറയുന്നത് എന്തുവാ? ഒത്തിരി അർത്ഥങ്ങൾ ജ്ഞാനത്തിന് പറയാം കേട്ടോ. 2-3 കാര്യം കൂടെ പറഞ്ഞിട്ട് പറയാം. യേശുവാണ് എൻ്റെ ജ്ഞാനം. അടുത്ത വാചകം പറയുക, ദൈവത്തിൽ നിന്നുള്ള നീതി അവനാണ്. ആരാ യേശുവിൻ്റെ? ഞാൻ യേശുവിൻ്റെ അകത്താണ്. ഒന്ന് പൗലോസ് പറയുക, ഞാൻ യേശുവിൻ്റെ അകത്താണ്. അടുത്ത വാചകം പറയും, യേശുവാണ് ഇപ്പോൾ എൻ്റെ ജ്ഞാനം. രണ്ടാമത് പൗലോസ് പറയുക, യേശുവാണ് എൻ്റെ നീതി. മൂന്നാമത് പറയുക, യേശുവാണ് എൻ്റെ വിശുദ്ധീകരണം. നാലാമത് പറയുക, യേശുവാണ് എൻ്റെ വീണ്ടെടുപ്പ്. വലിയ കാര്യങ്ങൾ. ഞാനിന്ന് തൊടാൻ പോകുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഒന്നും കൂടെ ഞാൻ പറയാം. ആ 4 കാര്യങ്ങൾ. ഒന്ന്, യേശുവാണ് എൻ്റെ ജ്ഞാനം. എല്ലാവരും പറഞ്ഞേ, യേശുവാണ് എൻ്റെ ജ്ഞാനം. യേശുവാണ് എൻ്റെ ജ്ഞാനം എന്ന വാക്കിനെ ഒന്ന് ചെറിയൊരു വിശദീകരണം കൊടുത്താലെന്ന് പറയാം. എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്ലാനുകളും യേശു എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. എങ്ങനെ അതിനെ വിശദീകരിച്ച് പറയാം സോളി? യേശു എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ മുഴുവൻ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്.
ഒന്ന് പറഞ്ഞേ. യേശു എൻ്റെ ഉള്ളിൽ വസിച്ചതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു? എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അന്നു മുതൽ എനിക്ക് സകലതും മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, 2 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ നമുക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുക. ഒരു നല്ല നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത് എന്തെന്ന് അറിയേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വന്നതോടുകൂടെ എനിക്ക് ഏറ്റവും ആദ്യം ഉണ്ടായത്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സകല പദ്ധതികളും എനിക്ക് റിവീലായി കിട്ടി. ആമേൻ. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ തൻ്റെ ദൈവിക ഉദ്ദേശം റിവീൽ ആകണമെങ്കിൽ, കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, തൻ്റെ ദൈവിക ഉദ്ദേശത്തിൽ തനിക്ക് നടക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വാഴുന്നു എന്ന ആഴമേറിയ ബോധ്യം ഉണ്ടാകാതെ അവനെ ദൈവിക പദ്ധതിക്കകത്ത് നടക്കാൻ കഴിയത്തില്ല. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നതാണ് എനിക്ക് അവൻ്റെ ഉള്ളിലെ ദൈവിക പദ്ധതിയെ മനസ്സിലാകാനുള്ള രഹസ്യം, മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിക്കുക, ബ്രദറെ എനിക്ക് ദൈവത്തിൻ്റെ പദ്ധതി അറിയണം, അവർ പ്രവാചകന്മാരുടെ പുറകിലാണ്, ആരാ അവരുടെ വെളിപ്പാട് പറയുന്നത് നോക്കാൻ അവർ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ഇൻട്രസ്റ്റഡാ, ഞാൻ നിങ്ങളോട് ആലോചന പറയുന്നത് കേൾക്കാൻ ഇഷ്ടം. ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റിൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി കൈകൈയടിക്കും. അല്ല, ജോയനമോളോട് പറയാം ദൈവം ഇതാണ് നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ജോയനമോൾ എഴുന്നേറ്റ് തുള്ളിച്ചാടി ചോദിക്കും, ജോസഫ് സാറേ അങ്ങനെയല്ലേ? പക്ഷെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്കറിയാവുന്ന കാര്യമോ, അതിനപ്പുറത്തൊരു കാര്യം വേറെ പറയത്തില്ല. പക്ഷേ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നതിൻ്റെ ഉദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഈ എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തെ റിവീൽ ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാഗികമായി സാറിനോട് എന്തെങ്കിലും ദൂത് പറയാം, പക്ഷേ അനുദിനം തൻ്റെ ഉദ്ദേശത്തിൽ നടത്താൻ ആർക്കും കഴിയത്തില്ല, ഒരു മനുഷ്യനും കഴിയത്തില്ല. അത് യാഥാർത്ഥ്യമാക്കേണ്ടതിനാണ് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം സാധാരണ ഒരു മനുഷ്യൻ്റെ അകത്ത് വന്ന് വാസം ചെയ്യാൻ തുടങ്ങിയത്. ഹി ഈസ് ഗോയിങ് ടു ബി സക്സസ്. അവൻ വിജയമായി ജീവിക്കാൻ വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ എന്നും അവൻ്റെ പദ്ധതിയിൽ തുടരാനാണ്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ചിലരോടൊക്കെ കർത്താവ് സംസാരിച്ചു തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ചേർന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞ്. സോ നിങ്ങളോട് ദൂത് പറയുന്നതിനേക്കാൾ വലുത് ഞാൻ ദൂത് പറഞ്ഞ ഇപ്പോൾ ഉള്ളതോ അല്ലെങ്കിൽ തൊട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷേ സ്വർഗം എൻ്റെ ഉള്ളിൽ വന്നത് എന്തിനാണെന്നറിയൂ? സകലതും എനിക്ക് വെളിപ്പെടുത്തി തരാനാ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ് ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഒന്ന് ഉറക്കെ പറ, ക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാൻ എങ്ങനെയാണോ സക്സസ് ആകുന്നത്, ആകേണ്ടതിന് വേണ്ട സകലതും എന്നിൽ, ആ സകല ഇൻഫർമേഷനുകളും എന്നിൽ കൊണ്ടുവരേണ്ടതിനാ ക്രിസ്തു എന്നുള്ളിൽ വാസം ചെയ്തത്. എന്ന് പറഞ്ഞ സാധനല്ലേ, എപ്പോഴാണോ ക്രിസ്തു എന്നുള്ളിൽ വാഴുന്നത് എന്ന അവയർനെസ്സിൽ നിന്ന് നീ മാറുന്ന, ബോധത്തിൽ നിന്ന് നീ മാറുന്നത്, അപ്പോൾ മുതൽ ദൈവിക ഉദ്ദേശത്തിന്റെ പൂർണ്ണതയിൽ നിനക്ക് നടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞു, നോക്ക ആ വെളിപ്പാട് പറയുന്നവരെ കേക്ക്. ഞാൻ പറഞ്ഞ വാചകം കേട്ടോ, പിശാച് തന്നെ ചിലപ്പോൾ ഗൈഡ് ചെയ്ത് തരും. നീ ആ ദൂത് കേട്ടോ, നീ അപ്പുറത്തിരിക്കുന്ന ദൂത് കേട്ടോ, വേറൊരാളുടെ വെളിപ്പാട് കേട്ടോ, പക്ഷെ നിന്നിലേക്ക് ക്രിസ്തു വാഴുന്നു എന്ന ആഴമേറിയ ഉറപ്പിലേക്ക് നീ വരരുത്. നീ വന്നാൽ അനുനിമിഷം അവൻ്റെ ജ്ഞാനത്തിൽ നീ നടക്കാൻ തുടങ്ങും, അനുനിമിഷം ദൈവിക പദ്ധതിയിൽ നടക്കാൻ തുടങ്ങും. അതോടെ നീ സക്സസ് കാണാൻ തുടങ്ങും. ഓ, ഈ പകലൊന്ന് കൈ അടിച്ചുകൊണ്ട് കരമുയർത്തി എന്ന് പറ, എൻ്റെ ഉള്ളിൽ യേശു വാഴുന്നു, എൻ്റെ ഉള്ളിൽ യേശു വാഴുന്നു. ഉറക്കെ പറ, എൻ്റെ ഉള്ളിൽ യേശു വാഴുന്നു. ഉറക്കെ പറ, യേശു എൻ്റെ ഉള്ളിൽ വാഴുന്നു. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഈ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുവേ. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒന്ന്, യേശു നിൻ്റെ ഉള്ളിൽ വാഴുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ പദ്ധതിയിൽ നീ ആയിരിക്കുന്നു എന്നാണ്. എന്നാൽ രണ്ടാമത് ഞാൻ പറയട്ടെ, യേശുവാണ് നിൻ്റെ നീതീകരണം. യേശുവാണ് നിൻ്റെ നീതീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിനെ ാക്കുന്നതാണ് എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നതോടുകൂടെ നടക്കുന്നത്. ഒന്ന് പറയാമോ? എന്നൊന്ന് പറയാം.
യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന അവയർനെസ്സിൽ നടക്കാൻ തുടങ്ങിയാൽ ഞാൻ ദൈവത്തിനെ അക്സെപ്റ്റബിൾ ആക്കുകയാണ് എൻ്റെ ദൈവം ചെയ്യുന്നത്. ഓ, ദൈവത്തിന് ഞാൻ സ്വീകാര്യമുള്ളവനാക്കുകയാണ് യേശു എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഓ, ഒന്ന് കൈയടിക്കാത്ത എന്താ നിങ്ങളുടെ എൻ്റെയും പ്രശ്നം എവിടെയെന്നറിയോ? ഞാൻ ദൈവത്തിന് സ്വീകാര്യമുള്ളവനാണോ എന്നുള്ള സംശയമല്ലേ? ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പ്രശ്നമല്ലേ? പക്ഷെ വേദപുസ്തകം അതിനൊരു സൊല്യൂഷൻ വെച്ചു. എന്താണ് സൊല്യൂഷൻ? യേശു എൻ്റെ ഉള്ളിൽ വാസം ചെയ്ത നിമിഷം മുതൽ ദൈവത്തിന് നീ അക്സെപ്റ്റബിൾ ആണ്, നീ സ്വീകാര്യനാണ്. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. ഞാൻ എപ്പോഴാണോ ദൈവത്തിന് എന്നെ സ്വീകാര്യനല്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണം, നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്ത് പോകുമ്പോഴാണ്. നിങ്ങളുടെ അകത്ത് യേശു ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തിന് ഞാൻ അക്സെപ്റ്റബിൾ അല്ലെന്ന് ചിന്തിക്കുക പോലുമില്ല. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഞാൻ അക്സെപ്റ്റബിൾ അല്ല, ഞാൻ ദൈവം എന്നെ സ്വീകരിക്കുമോ? സംശയിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അകത്തൊരു ഉറപ്പില്ല യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന്. ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ? എനിക്ക് ഈ വീഴ്ചയുണ്ട്, എനിക്ക് കുറവുണ്ട്. സഹോദര, ഒന്നാ വീഴ്ച വന്നത്, കുറവ് വന്നത് ആ ദൈവിക വിസ്റ്റം നിന്നിൽ വ്യാപരിക്കാത്തതാ, ക്രിസ്തുവിന്റെ പദ്ധതിയിൽ നീ നടക്കാത്തതാ, ബോധമില്ലാത്തതാ. അതിലേക്ക് ഇന്ന് തിരിഞ്ഞു പോകത്തില്ല. തിരിച്ചു വരാൻ ഞാൻ അവിടേക്ക് ഒന്ന് ശ്രദ്ധിച്ച. രണ്ടാമത് ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? നീ ദൈവത്തിനെ അക്സെപ്റ്റബിൾ ആക്കുക. ക്രിസ്തു നമ്മളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്തുവാ? ഞാൻ ദൈവത്തിനെ സ്വീകാര്യനാക്കുക. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം, അവനെ പിതാവാം ദൈവത്തിന് മുമ്പിൽ എന്നെ സ്വീകാര്യനാക്കി തീർത്തു. ആ നിമിഷം മുതൽ ഞാൻ അവനെ സ്വീകാര്യനാണ്, അക്സെപ്റ്റബിൾ ആണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഈ ഭാരത്തോടെ ആയിരിക്കുന്നതെങ്കിൽ, ഞാൻ കർത്താവിന് സ്വീകാര്യനാണെന്നുള്ള ബോധമില്ലായ്മയിലായിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്ത് ഭരിക്കുന്നില്ല? യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ഭരിക്കുന്നില്ല. യേശു എൻ്റെ ഉള്ളിൽ ഭരിക്കുന്നു അല്ലെങ്കിൽ വസിക്കുന്നു എന്ന് ഉറപ്പോടെ ഇരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ അവനൊരു കാര്യം അറിയാം, ഈ എൻ്റെ നീതിയല്ല പിതാവിനെ അംഗീകരിക്കുന്നത്, യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, യേശുവിൻ്റെ നീതിയാണ് ഇന്ന് എൻ്റെ നീതി എന്ന് പറയുന്നത്. എൻ്റെ ഗുണമല്ല എന്നെ പിതാവ് അംഗീകരിക്കുന്നത്, യേശു എന്നിൽ വസിക്കുന്നു. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, യേശുവിൻ്റെ നീതിയാണ് എൻ്റെ നീതി എന്ന് പറയുന്നത്. ആമേൻ. സഹോദരങ്ങളെ, നിങ്ങളവിടെ പൊളിയുകയാണ്, നിങ്ങളുടെ കുറവ് അവിടെ ഇല്ലാതാകുകയാണ്. പകരം യേശുവിൻ്റെ നീതി നിങ്ങളിൽ എഴുന്നേറ്റ് വരികയാണ്. ആമേൻ. ഒന്ന് കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ച് ഒന്ന് കരമുയർത്തി പറഞ്ഞ്, ഞാൻ എപ്പോഴൊക്കെ യേശു എൻ്റെ ഉള്ളിൽ നിന്ന് വസിക്കുന്നില്ല എന്ന ആ ബോധം എൻ്റെ അകത്ത് വരുന്നത് എനിക്ക് ഈസിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ഞാൻ തെറ്റ് ചെയ്തു, കുറവുള്ളവനായി. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ദൈവം ഇനി എന്നെ സ്വീകരിക്കുമോ? സഹോദര, നിന്റെ ഗുണം കൊണ്ടല്ല സ്വീകരിക്കുന്നത്, അവൻ യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നതാണ് പിതാവ് നിന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഏക കാരണം. ഒരു നല്ല ആമേൻ പറയാവോ? എന്നെ ദൈവം അംഗീകരിക്കുന്നത്, ദൈവം എന്നെ സ്വീകരിക്കുന്നത് എൻ്റെ ഗുണം കൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഗുണമാണ്. ആരോ ഒരാൾ ചോദിച്ചു, എനിക്കിത് മനസ്സിലാകുന്നല്ലോ ബ്രദറെ, ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാവോ? അത് ഗലാത്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്നാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് നാം അറിഞ്ഞുകൊണ്ട്, നാം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ, ഞാൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ എന്നിലൊരു സൗജന്യ നീതീകരണം നടന്നു. എൻ്റെ ഗുണത്താലുള്ള നീതീകരണമല്ല, യേശുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം. ആമേൻ. ഒന്ന് ഉറക്കെ കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നീയും ഞാനും നീതിമാനായിരിക്കുന്നത് നിങ്ങൾ നീതിയുടെ പ്രവൃത്തി ചെയ്തതുകൊണ്ടല്ല, പകരം യേശുവിലുള്ള വിശ്വാസത്താലാണ് ഞാൻ നീതിമാനായത്. ലിവു, ഞാൻ എങ്ങനെ നീതിമാനായത്? സോ സിമ്പിൾ. ഞാൻ എന്തോ നല്ലത് പ്രവർത്തിച്ചുകൊണ്ടല്ല. എങ്കിൽ വേദപുസ്തകം
പൗലോസതിൻ്റെ ഭാഷയിൽ പറഞ്ഞ എൻ്റെ നീതി പ്രവർത്തികൾ എന്ന് പറയുന്നത് കരപുരണ്ട തുണികൾ പോലെയാണ്, ഫിൽത്തി ഗാർമെന്റ്സ് പോലെയാണ്. എൻ്റെ നീതിയുടെ പ്രവർത്തികൾ എങ്ങനെയാ? ഇറ്റ് ഇസ് ലൈക്ക് എ ഫിൽത്തി ഗാർമെന്റ്. അത് അഴുക്കായ തുണി പോലെയാണ്. എന്നാൽ യേശുവിൻ്റെ നീതീകരണമാണ് എന്നെ നീതിമാനാക്കിയത്. അപ്പൊ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുക, ഒന്ന്, യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് തോന്നിയാൽ അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അവൻ ദൈവിക പദ്ധതിയിൽ നടക്കാൻ തുടങ്ങും. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ അവൻ്റെ ജ്ഞാനം പിന്നീട് അവൻ്റേതാകത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെതാകും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ അവൻ്റെ നീതി നമ്മുടേതാകുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഞാൻ അക്സെപ്റ്റബിൾ ആകുകയാണ്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. മൂന്നാമത് അവിടെ എഴുതിയിരിക്കുന്നത് ശുദ്ധീകരണം എന്നാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് പറഞ്ഞേ, യേശു ആരായി തീരുക? എൻ്റെ ശുദ്ധീകരണമാണ്. യേശു നിന്റെ ഉള്ളിൽ വസിച്ചാൽ നടക്കാവുന്ന ഏറ്റവും മൂന്നാമത്തെ കാര്യം, ഒന്ന്, അവൻ നിന്റെ ജ്ഞാനമാകും. രണ്ട്, നിന്റെ നീതിയാകും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നീ അക്സെപ്റ്റബിൾ ആകുന്നതിന് കാരണം നീ യേശു ആകും. മൂന്നാമത്തെ കാരണം ഭയങ്കരമായിട്ടോ, അവൻ നിന്റെ വിശുദ്ധീകരണമാകും. സഹോദരാ, നിന്റെ ഉള്ളിൽ അവൻ വസിച്ചാൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, അവൻ നിന്റെ ഉള്ളിൽ വസിച്ചാൽ നീ അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് പോകത്തില്ല. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, നീ അവൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന്, അവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നിന്നിൽ ബോധമുണ്ടെങ്കിൽ അടുത്തത് നീ പാപത്തിലേക്ക് കാൽ വെക്കത്തില്ല, അടുത്തത് വിശുദ്ധിയിലേക്ക് കാൽ വെക്കത്തുള്ളൂ. ഒന്നും കൂടെ ഞാൻ പറയാം, അടുത്ത പാപത്തിലേക്ക് നിന്റെ കാൽ വഴുതത്തില്ല, പകരം അടുത്തത് വിശുദ്ധിയിലേക്ക് നീ കാൽ വെക്കത്തുള്ളൂ. കാരണം അവൻ വിശുദ്ധനായിരിക്കുക കൊണ്ട് അവൻ നിന്നെ വിശുദ്ധിയിലേക്ക് വഴി നടത്തും. ഒന്ന് പറഞ്ഞേ, അവൻ വിശുദ്ധനായതുകൊണ്ട് അവൻ നമ്മൾ എന്ത് ചെയ്യും? നോക്ക, എന്നെ വിശുദ്ധിയിലേക്ക് നടത്തുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങളൊരു വാക്യം വായിക്കാവോ? അത് എബ്രായ ലേഖനത്തിലെ 2-ാം അധ്യായത്തിലാണ്. എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികയ്ക്കുന്നത് യുക്തമെന്ന് ആയിരുന്നു. ഇനി അടുത്ത വാചകം വായിക്കാവോ? വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. ആമേൻ. ആരാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നവൻ? വിശുദ്ധീകരിക്കുന്നവൻ എൻ്റെ യേശുവാണ്. ഒന്ന് കൈകൾ അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. എന്നെ വിശുദ്ധീകരിക്കുന്നവനായ യേശു എന്ന് പറഞ്ഞാൽ എന്നെ അശുദ്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവനായ യേശു, അശുദ്ധിയിൽ നിന്ന് രക്ഷിക്കുന്നവനായ യേശു. എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നുവെങ്കിൽ ഞാൻ അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് പോകുകയല്ല, അശുദ്ധിയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുക്കാൻ കർത്താവിനെ. നിങ്ങൾ ആരെങ്കിലും പറയുന്നു, ബ്രദറെ എനിക്ക് വിശുദ്ധനായി ജീവിക്കണം, ഓരോ ദിവസം വിശുദ്ധിയിൽ വളരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധനാക്കണമേ എന്ന് നിലവിളിക്കണ്ട, വിശുദ്ധിയിൽ വളരണമേ എന്ന് കരയണ്ട. പകരം നിങ്ങളുടെ ഉള്ളിൽ ബോധ്യം ഉണ്ടായാൽ മതി, എൻ്റെ ഉള്ളിൽ യേശു വാഴുന്നു, എൻ്റെ ഉള്ളിൽ യേശു വാഴുന്നു, എൻ്റെ ഉള്ളിൽ യേശു വാഴുന്നു എന്ന ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് യേശു നിന്നെ വിശുദ്ധിയിലേക്ക് നടത്തുകയാണ്. എൻ്റെ ഉള്ളിൽ യേശു വാഴുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, അവനാണ്, ആ ബോധ്യമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നടക്കാൻ തുടങ്ങും. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്. ദൈവമേ രക്ഷിക്കണമെന്ന് പറയണ്ട, കർത്താവെ പാപത്തിൽ വീഴാതെ കരുതണേ എന്ന് പറയണ്ട. പകരം ഇത് പറഞ്ഞാൽ മതി, എൻ്റെ ഉള്ളിൽ യേശു വാഴുന്നു, എൻ്റെ ഉള്ളിൽ യേശു വാഴുന്നു, എൻ്റെ ഉള്ളിൽ യേശു വാഴുന്നു. വർഷങ്ങളായി 2 ചെവിയിലും കേൾവി കുറവുണ്ടായിരുന്ന സ്ഥാനത്ത് കർത്താവ് തിരികെ നൽകിയ അത്ഭുത സാക്ഷി. 2 ചെവിക്കും കേൾവി കുറവായിരുന്നു. ഈ ആന്റിയുടെ പേര് സരോജു എന്നാണ്. ഭീമാപള്ളി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആന്റിക്ക് വർഷങ്ങളായി 2 ചെവിയിൽ കേൾവി കുറവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലതുവശത്തുള്ള ചെവിയിൽ ഒട്ടും കേൾവി ശക്തി ഇല്ലായിരുന്നു. അടുത്തു നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ പോലും കേൾക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു, പലവിധ ടെസ്റ്റ് നടത്തി. അപ്പോൾ 2 ചെവിയിൽ ഹിയറിംഗ് മെഷീൻ വെക്കണമെന്ന് പറഞ്ഞു. അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആന്റി അത് വച്ചില്ല.
വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇത് ഇങ്ങനെ ആയപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഹിയറിംഗ് മെഷീൻ വെക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച മുമ്പേ ചർച്ചിൽ വന്നു. ആന്റി അന്ന് ഡോക്ടറിനെ കാണിച്ച റിസൾട്ടുമായിട്ടാണ് ചർച്ചിൽ വന്നത്. അന്ന് ബ്രദർ കോമൺ ആയിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദൂത് പറഞ്ഞു. ഒരു വീഴ്ചയെ തുടർന്ന് ഒരു സിസ്റ്ററിന്റെ ചെവിയിലെ നരമ്പിന് കേടുപാട് പറ്റി. അത് കർത്താവ് പൂർണ്ണസ്ഥിതിയിലാക്കുകയാണ്, കേൾവിശക്തി തിരിച്ചു ലഭിക്കുകയാണെന്ന് പറഞ്ഞു. ആന്റി അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർമാർക്ക് പോലും അതിശയമായിരുന്നു. തൊട്ടടുത്ത് നിന്ന് സംസാരിച്ചാൽ ആന്റിക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ അവർ മാറി 2 സൈഡിൽ നിന്ന് മാറി സംസാരിച്ചു. ഇപ്പോൾ ആന്റിക്ക് നന്നായിട്ട് കേൾക്കാന്നാണ്. ഒന്ന് എഴുന്നേറ്റ് ഒരു നല്ല കൈയടി കൊടുക്കാൻ കരുതാ. സിസ്റ്റർ ഒന്ന് പറഞ്ഞ്, എത്ര വർഷമായിട്ട് ചെവി കേൾക്കത്തില്ലായിരുന്നു? 10-15 വർഷത്തിന് മുമ്പ് ബ്രദർ ചെവി കേട്ടുകൂടായിരുന്നു. അന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ് ഇയർ എയ്ഡ് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ് അപ്പോഴും ഞാനും മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും പരിശോധിച്ചതിന്റെ റിസൾട്ട് ഒക്കെ കയ്യിലുണ്ടോ? റിസൾട്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. ഞാൻ ബ്രദറിന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ബ്രദർ സന്ദേശം ഇങ്ങോട്ട് പറഞ്ഞതാണ്, ദൂത് കർത്താവ് ഇതുപോലെ ഒരു ആൾക്കൂടെ ചെവിയിൽ കേൾവി നഷ്ടപ്പെട്ടവർക്ക് വിടുതൽ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ അങ്ങേ ആഴ്ച വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എല്ലാവരും വരണോണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് അവിടെ വരാതെ. അപ്പം ബ്രദർ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും അല്ല, ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, റിസൾട്ടുമായിട്ട് വന്നിരിക്കുകയാണ്, ആ വ്യക്തിയാണ് അപ്പോഴും പിന്നെ ഞാൻ വിചാരിച്ച് എന്നെ ആയിരിക്കും തന്നെ. ഞാൻ റിസൾട്ടുമായിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രദർ പറഞ്ഞ്, എൻ്റെ ചെവിയുടെ കേൾവിയാണ് കർത്താവ് തന്നിരിക്കുന്നത്, അത് പരിശോധിച്ചിട്ട് ഇയർഫോൺ വെക്കേ വേണ്ട, പോയി പരിശോധിച്ചിട്ട് സാക്ഷ്യം പറയണമെന്ന് ബ്രദർ മുന്നോട്ട് എന്നെ സന്തോഷമുള്ള കാര്യമല്ലേ. ചെവിയൊക്കെ കേൾവി തിരിച്ച് ഇയർഫോൺ വെക്കാതെ തിരിച്ചു കിട്ടുക എന്നൊക്കെ പറയണത് ഭയങ്കര കാര്യമോ. യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി പറഞ്ഞ്. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് സുചരിത എന്നാണ്. കവടിയാർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. തുടർച്ചയായി ചർച്ചിൽ വന്ന് നിരന്തരമായി വചനം കേട്ടതുമൂലം തൻ്റെ ജീവിതത്തിലും ആത്മീയ അനുഭവത്തിലും വീട്ടിലെ പലർക്കും ഉണ്ടായിരുന്ന രോഗങ്ങളിൽ നിന്നും ലഭിച്ച വിടുതലും തൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചകളുമാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. തൻ്റെ അമ്മയ്ക്ക് 2 വർഷമായി ഇടയ്ക്കിടെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. പലപ്പോഴും ഹോസ്പിറ്റലിലാവുകയും ICUലാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു, യേശു തൊട്ടു. ഇപ്പോൾ ആ പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായി മാറിപ്പോയി. അതുപോലെ തന്നെ സിസ്റ്റർ ഈ ചർച്ചിൽ കടന്നു വരുമ്പോൾ ധാരാളം നിരാശകളുണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ പറയുന്നത്, നിരന്തരം വചനം കേട്ടതുമൂലം വചനം പഠിക്കുന്നതിലൊരു ഉത്സാഹമുണ്ടായി. തന്മൂലം തൻ്റെ ജീവിതത്തിലെ നിരാശകളെല്ലാം മാറിപ്പോയി, ആത്മീയമായി വളരെ ഉയർച്ച ഉണ്ടായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയ്ക്ക് സൗഖ്യമുണ്ട്, നിരാശയൊക്കെ പോയി തിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവിനെ നമുക്ക് കൊടുത്ത അനുഗ്രഹത്തിനായി നന്ദി. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഏപ്രിൽ 10 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഏപ്രിൽ 11 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഏപ്രിൽ 17 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. TV പ്രേക്ഷക സംഗമം ഏപ്രിൽ 18 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മൂത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറാണി. ദൈവത്തിന്റെ നീതി എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ നീതി എന്നോട് പറയുന്നത്, ഞാൻ ദൈവത്തിന് കൂടുതൽ സ്വീകാര്യമുള്ളവനായി. ഇനി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല എൻ്റെ നീതി എന്ന് പറയുന്നത്, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത നീതിയാണ് എൻ്റെ നീതി എന്ന് പറയുന്നത്. ആ നീതി എന്നെ ദൈവത്തിന് മുൻപിൽ നിർത്തുവാൻ തക്കോണം ബലമുള്ളവനാക്കി തീർത്തു. പാപത്തിലായിരുന്ന നമുക്ക് വേണ്ടി ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ്. അവൻ എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. ആ നീതി എൻ്റെ ഉള്ളിൽ പകർന്നു വന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ലൈഫിൽ പണിയട്ടെ, ആ ദൈവിക സന്തോഷത്തിൽ ഉറപ്പിക്കട്ടെ. ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നുവെന്നും അവനാൽ നമ്മൾ ആയിരിക്കുന്നുവെന്നും ഉള്ള ബോധ്യത്തിൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് മുൻപോട്ട് കൊണ്ടുപോകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പാ, അവിടുത്തെ ദയയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പാ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങൾക്കായി നന്ദി പറയുന്നു.
യേശുവേ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ നിറവിൽ അപ്പാ ഈ കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഈ കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ ബലത്തിൽ ഈ കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ. ക്രിസ്തുവിലായിരിക്കുന്ന ബോധ്യത്തിൽ ഈ കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി, സൗഖ്യത്തിനായി സ്തോത്രമപ്പാ. സൗഖ്യത്തിനായി സ്തോത്രമപ്പാ. അവിടുത്തെ നിറവിനായി നന്ദി പറയുന്നു യേശുവേ. താങ്ക് യു ജീസസ്. ഈ കുടുംബങ്ങളുടെ മേൽ പകരുന്ന ദൈവിക അനുഭവങ്ങൾക്കും സൗഖ്യങ്ങൾക്കുമായി സ്തോത്രം. യേശുവേ, സൗഖ്യങ്ങൾക്കായി ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്, ചെറുപ്പമാണ്. ആമീൻ. ആ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. യേശുവേ, ആ മോൻ്റെ ലൈഫിൽ വാതിലുകൾ തുറക്കട്ടെ അപ്പാ. എവിടെ ജോലി കിട്ടും? തനിക്ക് പഠിക്കുവാൻ കഴിയത്തില്ല, തൻ്റെ വീട്ടിലെ സ്ഥിതി മോശമാണ്, ഒരു ജോലി ഉണ്ടാകണം. കർത്താവേ അപ്പാ, സ്ഥിതി മാറട്ടെ അപ്പാ. വാതിലുകൾ തുറക്കണമേ അപ്പാ. വാതിലുകൾ തുറക്കണമേ അപ്പാ. യേശുവേ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ആമീൻ. ആമേൻ. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഏപ്രിൽ 14 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം, തിരുവനന്തപുരം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ.